അത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കുകയാണെങ്കിൽ അത് എൻ്റെ നേരെയല്ലേ വരുള്ളൂ. നിങ്ങൾ കേസ് കൊടുത്തെന്നല്ലേ വരുള്ളൂ. ഞാൻ കേസ് കൊടുത്തിട്ടില്ലല്ലോ. എനിക്ക് നല്ല ബോധ്യമുള്ള ആൾക്കാരാണ്, നല്ല മനുഷ്യരാണെന്ന് നല്ല ബോധ്യമുള്ള ആൾക്കാരാണ്. അവർ ഇന്നേ വരെ നമ്മുടെ അടുത്തൊരു ഒരു വാക്കുകൊണ്ട് പോലും മോശമായിട്ട് പെരുമാറിയിട്ടില്ലാത്ത ആൾക്കാരെയൊക്കെ ഇതിൽ പെടുത്തുന്ന പോലെയൊക്കെ ആയി മാറുന്ന ഒരു ആളായി മാറാൻ എനിക്ക് താല്പര്യമില്ല. ഈ അന്വേഷണ സംഘത്തിന്റെ കേസുമായുള്ള മുന്നോട്ട് പോകൽ അത് തടയണമെന്ന് ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ നടി മാലാ പാർവതി ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. മാലാ പാർവതി തന്നെ നമ്മളുടെ ഇതിന്റെ വിശദാംശങ്ങൾ നൽകുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജി നൽകേണ്ട സാഹചര്യം എന്താണ്? എനിക്കുണ്ടായ ഒരു ട്രോമ ഒരു പഠന ആവശ്യത്തിന് വേണ്ടി ഹേമ കമ്മിറ്റിയിൽ നാളെ ഒരു നിയമം വരാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖല സുരക്ഷിതമാകാൻ വേണ്ടിയും ഞാൻ തുറന്നു പറഞ്ഞ ഒരു കാര്യം, അത് ഇപ്പോൾ അത് വന്ന് സിനിമയിൽ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഇത്രയും വർഷം നമ്മൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള സ്ത്രീ വിഷയങ്ങളിൽ വളരെ പ്രോ ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ആൾക്കാരെ ഹരസ് ചെയ്യാൻ കാരണമാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ പേരിൽ അത് നടക്കില്ല എന്ന് പറയുന്നത്. കാരണം നമുക്ക് സിനിമയിൽ ഇത്രയും വർഷം നിന്നിട്ട് നമ്മുടെ ഒരു 2009 മുതൽ 24 വരെയുള്ള എക്സ്പീരിയൻസിൽ ഒരു തവണ പോലും ഒറ്റ തവണ പോലും നമുക്ക് വേണ്ടി അല്ലാതെ ഒരു നിലപാടെടുത്തിട്ടില്ലാത്ത ഒരു പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറുമാണ് അലക്സിനെ പോലെ ഒരാൾ എൻ്റെ സെറ്റിലാണ് എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. അത് ഒരു മൊമെൻ്ററി ആയിട്ട് ഒരാൾ ചെയ്ത ഒരു വൺ ഓഫ് തിങ് ആണ്. അത് ഞാൻ തുറന്ന് പറഞ്ഞു, ഒരാൾ ഗ്രൂപ്പ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ആ അലക്സിനെ പോലെ പാവപ്പെട്ടവനെയൊക്കെ വിളിച്ചിരുത്തി ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ്. ഒരിക്കലും ഒരു സ്ത്രീകൾക്കെതിരെ ഒരു കാര്യം ചെയ്യാൻ ഒരിക്കലും ചെയ്യാത്ത ഒരാളെയൊക്കെ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യലും അവരുടെ മാനസിക സംഘർഷത്തിന് ഞാൻ കാരണമായി എന്നുള്ളപ്പോൾ നമുക്കത് വല്ലാതെ വേദന ഉണ്ടാവുക. നമ്മൾ കൺഫ്യൂസ്ഡാണ്, ധർമ്മസങ്കടത്തിലാവുകയാണ്. നമ്മൾ ഹേമ കമ്മിറ്റിക്കൊന്നും എതിരല്ല. ഹേമ കമ്മിറ്റിക്ക് വേണ്ടിയും സിനിമയുടെ ഇടം സുരക്ഷിതമാവാൻ വേണ്ടിയും എല്ലാ കാലത്തും ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതിൻ്റെ പേര് നിഷ്കളങ്കരായ ആൾക്കാരെ ഉപദ്രവിക്കാൻ തയ്യാറല്ല. ഈ ഹേമ കമ്മിറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ SIT ഇപ്പോൾ എല്ലാ കേസുകളിലും കേസ് എടുക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം. ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലും മാലാ പാർവതിയോട് SIT സംഘം ബന്ധപ്പെടുകയോ എന്തെങ്കിലും മൊഴിയെടുക്കുകയൊക്കെ ചെയ്തിരുന്നു? തീർച്ചയായിട്ടും. ഒന്നാമത് SITയിൽ നമ്മൾ ഹേമ കമ്മിറ്റിയിൽ മൊഴിയായിട്ടോ കേസായിട്ടോ കൊടുത്ത ഒരു കാര്യമല്ല, നമ്മൾ പഠനാവശ്യത്തിന് വേണ്ടി പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ അത് FIR ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം SIT എന്നെ ബന്ധപ്പെടുകയും ഞാൻ അവിടെ പോവുകയും അവർക്ക് ഞാൻ പിന്നെ വീഡിയോയിലും റെക്കോർഡിലും എഴുതി കൊടുത്തിരുന്നു. ഇതൊരു വൺ ഓഫ് സംഭവമാണ്. എൻ്റെ ലൈഫിൽ പിന്നീടൊന്നും നടന്നിട്ടുള്ള ഒരു എന്നെ പിന്നീട് ട്രോമാറ്റിക് ഒന്നും ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് അന്ന് അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. അതിനെനിക്ക് കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. 2 FIR ആണ് എൻ്റെ മൊഴിയുടെ അടിസ്ഥാനം തീട്ടേക്കുന്നത്. അത് രണ്ടാമത്താണ് ഒരു ഹിയർസേ, അതായത് ഒരു പെൺകുട്ടി എന്നോട് എന്തെങ്കിലും നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അതും FIR ആക്കിയിരിക്കുന്നു. ആ കുട്ടിയെ ഞാൻ ആ ഓഫീസറിനെ ഉപയോഗിച്ച് തന്നെ വിളിച്ചു. അപ്പോൾ അത് പറഞ്ഞ് എൻ്റെ പേരെന്തിനാ പറഞ്ഞ് എനിക്ക് താല്പര്യമില്ലാതെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ ഇത് ഒരു ക്രൈം എന്ന് സാറിന് നമ്മൾ മീഡിയയിൽ പറയുന്ന പോലത്തെ ഒരു കാര്യമില്ല. സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെ ടെക്നിക്കലായിട്ട് ഇവർ ട്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ വിഷമം ഒരു കാര്യം അതവിടെ ഉണ്ടായി 2009 സംഭവം ഓക്കെയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ 10-14 വർഷം നമ്മളോട് കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനെക്കാട്ടി വലിയ ട്രോമയാണ്. ഈ കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് SIT സംഘത്തെ അന്ന് തന്നെ അറിയിച്ചിരുന്നില്ല ഈ മൊഴി എടുക്കാൻ? വേണേ ഞാൻ മൊഴി തരാം, എൻ്റെ ഉണ്ട്. അവർക്ക് കൊടുത്ത മൊഴിയുണ്ടെന്ന് വീഡിയോയിലും കൊടുത്തു, എഴുതിയും കൊടുത്തു. ഈ എന്ത് കാരണത്തിലാണ് ഈ ഒപ്പം നിന്നവരെ അല്ലെങ്കിൽ അന്ന് ഈ സെറ്റിലുണ്ടായിരുന്നവരെ പ്രൊഡ്യൂസറെയൊക്കെ SIT ഇങ്ങനെ വിളിച്ച് അല്ലെങ്കിൽ അവർക്ക് ഈ വിഷമമുണ്ടാകുന്ന തലത്തിലേക്ക് ഇത് പോകാനുണ്ടായ കാരണം എന്താണ്? അവരുടെ അന്വേഷണം ഇത് പ്രൂവ് ചെയ്യാനുള്ള അവരുടെ ശ്രമമായിരിക്കാം. മനസ്സിലായില്ലേ? അതായിരിക്കാം. അത് ഞാനില്ലെന്ന് പറയുന്നില്ല. അവരുടെ അന്വേഷണ രീതി അതായിരിക്കാം. അവർക്ക് അങ്ങനെ കേസെടുക്കാൻ പറ്റുള്ളായിരിക്കാം. അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കുകയാണെങ്കിൽ അത് എൻ്റെ നേരെയല്ലേ വരുള്ളൂ. നിങ്ങൾ കേസ് കൊടുത്തെന്നല്ലേ വരുള്ളൂ. ഞാൻ കേസ് കൊടുത്തിട്ടില്ലല്ലോ. എനിക്ക് നല്ല ബോധ്യമുള്ള ആൾക്കാരാണ്, നല്ല മനുഷ്യരാണെന്ന് നല്ല ബോധ്യമുള്ള ആൾക്കാരാണ്. അവർ ഇന്നേ വരെ നമ്മുടെ അടുത്തൊരു ഒരു വാക്കുകൊണ്ട് പോലും മോശമായിട്ട് പെരുമാറിയിട്ടില്ലാത്ത ആൾക്കാരെയൊക്കെ ഇതിൽ പെടുത്തുന്ന പോലെയൊക്കെ ആയി മാറുന്ന ഒരു ആളായി മാറാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ വിഷമം അത്രയും വലുതല്ല. ഈ ഹേമ കമ്മിറ്റിയിൽ പഠനാവശ്യത്തിനായി നൽകിയ
അനുഭവം നൽകി. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് പൂർണ്ണമായും റദ്ദ് ചെയ്യണമെന്നാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് അല്ലേ? ഞാൻ പറഞ്ഞത് കേസ് എടുക്കാൻ ഹേമ കമ്മിറ്റിയുടെ കാര്യങ്ങളെല്ലാം ഹൈക്കോടതിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാം FIR ആയി കൺവേർട്ട് ചെയ്യപ്പെട്ടു. അതിൽ കേസ് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവരുണ്ടാവും, താല്പര്യമില്ലാത്തവരുണ്ടാവും. താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കേസ് മുന്നോട്ട് കൊണ്ടുപോകരുത്, അത്രയേ ഉള്ളൂ എൻ്റെ ഹർജി. ഏതായാലും രേഷ്മ, അത് തന്നെയാണ് ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പഠനാവശ്യത്തിനായി തനിക്കുണ്ടായ ഒരു ദുരനുഭവം മാലാ പാർവതി പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ കേസെടുത്ത SIT ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് എടുക്കുന്നത്. ഈ കേസുമായി മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്കൊപ്പം നിന്നവരെ അല്ലെങ്കിൽ നിഷ്കളങ്കരായവരെ, ഇതുമായി ഒരു ബന്ധവുമില്ലാത്തവരെയൊക്കെ SIT ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നു. അവർക്ക് വലിയ മാനസിക വിഷമമുണ്ടാകുന്നൊക്കെ കാര്യമാണ് മാലാ പാർവതി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്നാണ് മാലാ പാർവതി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു ഹർജിയും ഫയൽ ചെയ്തിരിക്കുന്നത്.